ഇപ്പോൾ നയതന്ത്ര വിദഗ്ധൻ ടി.പി. ശ്രീനിവാസൻ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ. ശ്രീ ടി.പി. ശ്രീനിവാസൻ, ഇന്ത്യ പാക് പൗരന്മാർക്ക് നൽകിയ വിസ മരവിപ്പിക്കുന്നു, ഇവിടെ ഉള്ള പൗരന്മാരോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെടുന്നു, നയതന്ത്ര ബന്ധത്തിൽ തലത്തിലുള്ള എല്ലാ വിധത്തിലുള്ള ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നു, അതിർത്തി അടയ്ക്കുന്നു, ഒടുവിൽ ഈ നദീജല കരാർ മരവിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് വരെ ഇന്ത്യ എത്തുന്നു. പഹൽഗാം ആക്രമണത്തിന് കനത്ത മറുപടി തന്നെയാണോ ഇന്ത്യ നൽകിയിരുന്നത്? തീർച്ചയായിട്ടും യുദ്ധമല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനോട് ഏറ്റവും ചേർന്ന തരത്തിലുള്ള നടപടികളാണ് എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ യുദ്ധകാലത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ നടപടി കൂടിയാണോ? അതെ, ഇതിൽ കൂടുതൽ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിന്റെ റിയാക്ഷൻ അനുസരിച്ചിരിക്കും. പക്ഷേ ഉടനെ ഒരു മിലിറ്ററി ആക്ഷൻ ഇല്ല എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. പലരും പ്രതീക്ഷിച്ചിരുന്നത് ഇന്ത്യ അതിലേക്ക് നീങ്ങുമെന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. സമാധാനപരമായ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നീക്കമാണ് ഇന്ത്യ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. പക്ഷെ ഇത് വളരെ ശക്തമായ തീരുമാനങ്ങളാണ്. അത് നമ്മുടെ രണ്ട് രാജ്യങ്ങളെ മാത്രമല്ല മറ്റു രാജ്യങ്ങളെയും ബാധിക്കുന്ന ധാരാളം പ്രൊവിഷൻസ് ഇതിനകത്തുണ്ട്. അപ്പൊ അത് കണ്ടിരിക്കുന്നു എങ്ങനെയാണ് ഇത് ഓപ്പറേഷൻ ആവുന്നത്. ഇപ്പം ഇതുപോലെ നദി ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിന്റെയൊക്കെ ഇംപ്ലിക്കേഷൻസ് ഇൻ ആക്ച്വൽ ഫാക്ട്, നമ്മുടെ കർഷകരെയും ബാധിക്കുകയില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നു. പക്ഷെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചത് തീർച്ചയായും ഇതൊരു അത്യാവശ്യമുള്ള കാര്യമാണ്, ഇതിന് കുറവായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ജഡ്ജ്മെന്റോട് കൂടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇതൊരു പുതിയ ഒരു കാൽവയ്പാണ്. ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിരിക്കും. തീർച്ചയായും ഇവിടെ ഇപ്പോൾ ബലാക്കോട്ട് ആവർത്തിക്കുമോ എന്ന ഒരു ചോദ്യമായിരുന്നു ഉയർന്നുകൊണ്ടിരുന്നത്. അതിർത്തി കടന്ന് പാകിസ്ഥാന് മറുപടി കൊടുത്ത ഉദാഹരണം നമുക്ക് മുന്നിലുള്ളത് ബലാക്കോട്ടാണ്. അപ്പോൾ അതിന്റെ ഒരു ആവർത്തനം ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിച്ച ഇടത്താണ് ശക്തമായ മറുപടി നയതന്ത്ര തലത്തിൽ ഇന്ത്യ നൽകുന്നത്. എല്ലാ നയതന്ത്ര ബന്ധങ്ങളും അവസാനിപ്പിച്ചുകൊണ്ടുള്ള മറുപടി. ഈ സൈനിക നടപടിയേക്കാൾ കരുത്തുറ്റതാണ് ഇത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ നദീജല കരാർ ഉൾപ്പെടെ മരവിപ്പിച്ചാൽ അതിന്റെ ഒരു ഇമ്പാക്ട് എന്തായിരിക്കും? അതെ, പക്ഷെ എന്നാലും യുദ്ധത്തിനേക്കാളും ഭേദമാണ്. കാരണം യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവൻ നശിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യേണ്ടതാണ്. നമുക്കറിയട്ടെ എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാവുക എന്നുള്ളതനുസരിച്ച്. യുദ്ധത്തിനേക്കാൾ എന്തായാലും നല്ലതാണ് ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് പാകിസ്ഥാന്റെ മനസ്സ് മാറുമെങ്കിൽ അതായിക്കോട്ടെ എന്നുള്ളൊരു വിചാരമാണെന്ന് തോന്നുന്നു. ഈ നമ്മൾ പാകിസ്ഥാനുമായി നേർക്കുനേർ യുദ്ധം ചെയ്തിട്ടുള്ളപ്പോൾ പോലും സ്വീകരിക്കാത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു. ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചു, ഒരു യുദ്ധത്തിലേക്ക് പോകാതെ കാര്യങ്ങൾ ഈ നിലയ്ക്ക് പോകുന്നത് നല്ലതാണെന്ന്. ഈ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണ ഈ സമയത്ത് ഇന്ത്യക്കൊപ്പമാണ്. അതിന് കുറച്ചുകൂടി അടിവരയിടുന്ന നടപടികൾ മീൻസ് യുദ്ധത്തിലേക്ക് പോകാതെ തന്നെ ശക്തമായ മറുപടി എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂടുതൽ പിന്തുണ ഇന്ത്യക്ക് ഉറപ്പാക്കാനും കഴിയുമോ? അതെ, തീർച്ചയായിട്ടും ഇത് യുദ്ധത്തിനേക്കാൾ നല്ലതാണ് എന്തായാലും. പക്ഷെ അത് ഇഫക്റ്റീവ് ആയിരിക്കുമോ എന്നുള്ളത് നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ ഇക്കാലത്ത് പോലും ഇതുപോലുള്ള നടപടികളൊന്നും ഇതിനു മുമ്പ് എടുത്തിട്ടില്ല. എല്ലാ പാകിസ്ഥാൻകാരെയും പുറത്താക്കുക മുതലായ കാര്യങ്ങൾ അതൊരു റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ച് തന്നെയാണ്. അപ്പോൾ അത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് അത് പ്രാബല്യത്തിൽ വരിക, അതൊക്കെ എന്തൊക്കെ അസൗകര്യങ്ങൾ നമുക്ക് സൃഷ്ടിക്കും എന്നൊക്കെ ഉള്ളതിന് കാണേണ്ടിയിരിക്കും. ഈ സിന്ധു നദീജല കരാറിൽ ഇന്ത്യ റദ്ദാക്കുന്നു എന്ന് വരുമ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ചർച്ചയാകുന്ന വിഷയമാണ്. അതിന്റെ ഒരു സാധ്യത താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ആ ഒരു വിഷയത്തിൽ ആഗോള പിന്തുണ ഇന്ത്യക്കൊപ്പം കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, അതിൽ ചില പ്രശ്നങ്ങൾ വരും. ഇപ്പൊ നേപ്പാളൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണ്, അതുപോലെ വേൾഡ് ബാങ്ക് ഇൻവോൾവ് ആണ്. പണ്ടും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇൻഡസ് വാട്ടർ പ്രോജക്റ്റ്. അപ്പോഴെല്ലാം കിട്ടിയിരുന്ന അഡ്വൈസ് അതത്ര ഭംഗിയാവുകയില്ല, രണ്ടുപേർക്കും അത് ബാധിക്കും എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അത് ഇതുവരെ ചെയ്യാതിരുന്നത്. അപ്പൊ ഇതൊരു എക്സ്പെരിമെന്റൽ ആയിട്ടാണ് ചെയ്യുന്നത്. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. അതുപോലെ തന്നെ ഈ അട്ടാരി വാഗ അതിർത്തി അടയ്ക്കുകയാണ്. അതിർത്തി പൂർണ്ണമായും അടയ്ക്കുന്നു. പാക് പൗരന്മാരോട്, ഇവിടെയുള്ളവരോട് തിരികെ പോകാൻ ആവശ്യപ്പെടുന്നു എന്ന വിഷയങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ച് എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്? ഇപ്പൊ നമുക്കത് ഒരു കാര്യം ഒരു തരത്തിലുള്ള സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് കുറേ വർഷങ്ങളായി. അത് പല വലിയ ചലഞ്ചുകൾ ഉണ്ടായപ്പോൾ നമുക്ക് മാറ്റിയില്ല.
അതുകൊണ്ട് അതിലൊക്കെ പല കാരണങ്ങളും കാണും. വേൾഡ് ബാങ്കിന്റെ ഇൻവോൾവ്മെന്റ്, ഗ്ലോബൽ ക്രിറ്റിസിസം വരുമോ എന്നുള്ളത്, മറ്റുള്ളവർക്ക് വെള്ളം കിട്ടാതാക്കുക എന്നുള്ളത്, അങ്ങനെയുള്ള വളരെ ഗുരുതരമായ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കാണേണ്ടിയിരിക്കും. ഇപ്പൊ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുമെന്ന് അവസാനിച്ചു എന്ന്. ശരി, വളരെ നന്ദി ശ്രീ ടി.പി. ശ്രീനിവാസൻ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അതിർത്തിയായ അട്ടാരി വാഗ അതിർത്തി ഉൾപ്പെടെ അടച്ചുകൊണ്ട്, സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ട്, പാക് പൗരന്മാർക്ക് നൽകിയ വിസ തിരിച്ചു പിടിച്ചുകൊണ്ട്, നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കിക്കൊണ്ട്, നയതന്ത്ര തലത്തിലുള്ള എല്ലാ ബന്ധങ്ങളും പാകിസ്ഥാനുമായി അവസാനിപ്പിച്ചുകൊണ്ടാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ആദ്യഘട്ട മറുപടി നൽകുന്നത്. പാകിസ്ഥാനുമായി ഇനി ചർച്ചയില്ല, നടപടികളിലേക്ക്, നയതന്ത്ര തലത്തിലെ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടക്കുന്നു. അങ്ങനെ ശക്തമായ നടപടി പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ, പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിതല സമിതിയുടെ യോഗത്തിലാണ് ഈ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വിദേശകാര്യ സെക്രട്ടറിയാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കണ്ടിട്ട് തിരിച്ചെത്താം. Recognizing the seriousness of this terrorist attack, the CCS decided upon the following measures. 1. The Indus Waters Treaty of 1960 will be held in abeyance with immediate effect until Pakistan credibly and irrevocably abjures its support for cross-border terrorism. The integrated checkpost Atari will be closed with immediate effect. Those who have crossed over with valid endorsements may return through that route before 1 May 2025. 3. Pakistani nationals will not be permitted to travel to India under the SAARC visa exemption scheme visas. Any SVES visas issued in the past to Pakistani nationals are deemed cancelled. Any Pakistani national currently in India under SVES visa has 48 hours to leave India. 4. The defense, military, naval and air advisors in the Pakistani High Commission in New Delhi are declared persona non grata. They have a week to leave India. India will be withdrawing its own defense, navy and air advisors from the Indian High Commission in Islamabad. These posts in the respective High Commissions are deemed annulled. 5 support staff of the service advisors will also be withdrawn from both High Commissions. 5 support staff of the service advisors will also be withdrawn from both High Commissions. 5. The overall strength